ഒരു കുടുംബം ഒരുമിച്ച് വാശിയോടെ ഒരു കാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? വാശിയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വാശിയുണ്ട്. വാശിയുള്ള അപ്പനുണ്ട്, വാശിക്ക് ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന അമ്മമാരുണ്ട്. പക്ഷേ ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും വാശി പിടിച്ചാലോ? കുടുംബനാഥൻ ഒറ്റയ്ക്കല്ല, കുടുംബനാഥയും മക്കളും ഒരുമിച്ച് ആ കുടുംബം ഒന്നടങ്കം ഒരേ മനസ്സോടെ വാശിയോടെ ഒരു തീരുമാനമെടുത്ത് നീങ്ങിയാലോ? വാശി എന്നാൽ മത്സരബുദ്ധിയോടെയുള്ള ഒരു വാശിയല്ല കേട്ടോ. ഒരുമിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തിന്റെ വാശി, അത് നിറവേറ്റാനുള്ള വാശി, ബഹ്റിനിലെ ഷെയ്ഖിന്റെ അടുത്ത് വരെ എത്തിച്ച വാശി, ആ ഭരണാധികാരിയുടെ പ്രീതി നേടിക്കൊടുത്ത വാശി, ഇന്നും തളർത്താത്ത വാശി. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ബഹ്റിനിൽ ജീവിക്കുന്ന ഒരു മലയാളി കുടുംബത്തെയാണ്. ഷാബു എന്നാണ് ആ കുടുംബനാഥന്റെ പേര്. ഭാര്യ ക്രിസ്റ്റീനയും മക്കളായ അൽഫോൺസനും ഇവാഞ്ചലിനും അടങ്ങുന്നതാണ് ഷാബുവിന്റെ കുടുംബം. ആ കുടുംബം ഒരുമിച്ച് അപ്പനും അമ്മയും മക്കളും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. എന്താണെന്നോ, തങ്ങളെ ബഹ്റിനിലെ സൽമാൻ ഷെയ്ഖിന് മുന്നിൽ സംപ്രീതരാക്കിയ ദൈവകാരുണ്യത്തെ സ്മരിച്ചുകൊണ്ട് ബൈബിൾ എല്ലാവരും എഴുതുക. ഓർക്കണം, അമ്മമാർ ഒറ്റയ്ക്ക് ബൈബിൾ എഴുതിയ ഒത്തിരി വീടുകളുണ്ട്. ചില അപ്പന്മാരും എഴുതിയിട്ടുണ്ട്, ചില മക്കളും എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട വലിയ കാര്യങ്ങളാണ്, അഭിനന്ദനങ്ങൾ. പക്ഷേ ഇതിന്റെ പ്രത്യേകത, ഈ വീട്ടിലെ 4 പേരും, അപ്പനും അമ്മയും 2 മക്കളും മത്സരിച്ച് സ്നേഹത്തോടെ ബൈബിൾ എഴുതുകയാണ്. ഇതൊരു വേറിട്ട സാക്ഷ്യമാണ്. തൃശ്ശൂരിൽ ആമ്പല്ലൂർ അടുത്ത്, കൃത്യമായി പറഞ്ഞാൽ കല്ലൂർ കിഴക്ക് ആദൂർ ജംഗ്ഷനിലുള്ള കാവിൽ ഹൗസ് ആണ് ഷാബുവിന്റെ നാട്ടിലെ വീട്. പക്ഷെ അവർ ബഹ്റിനിലാണ് താമസം. അലുമിനിയം ഫാബ്രിക്കേഷൻ പഠിച്ച് പിന്നീട് വിദേശ നാട്ടിലേക്ക് പോയ ഷാബുവിനെ ഷെയ്ഖുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം എത്തിച്ചു. ഇന്ന് അദ്ദേഹവും കുടുംബവും വളരെ ഉന്നതമായ ജീവിതം നയിക്കുമ്പോഴും വന്ന വഴി ആ കുടുംബം മറന്നില്ല. തങ്ങൾക്ക് അനുഗ്രഹമായി മാറിയ തിരുവചനം എഴുത്ത് അവർ ഇപ്പോഴും തുടരുന്നു. ജോലി തിരക്കുകൾ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന അപ്പനും അമ്മയും ബൈബിൾ എഴുതാൻ ശ്രദ്ധിക്കുമ്പോൾ മക്കൾ തങ്ങളുടെ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തി ബൈബിൾ എഴുതാൻ സമയം കണ്ടെത്തുന്നു. അത് വെറുതെ അങ്ങ് എഴുതുകയല്ല, വളരെ നീറ്റായി ലെജിബിൾ ആയിട്ടുള്ള എഴുത്ത്. വചനം എഴുതി തുടങ്ങിയപ്പോൾ വന്ന മാറ്റങ്ങളെ കുറിച്ച് ഷാബു പറഞ്ഞത് ഇങ്ങനെയാണ്. ചില വചനം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ശരിക്കും ഉൾക്കൊള്ളും. പക്ഷെ ആ ദിവസം തന്നെ നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതുണ്ടാകുമ്പോൾ നമുക്ക് ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് ആശ്രയിക്കുന്ന വചനം നമുക്ക് മനസ്സിൽ വരും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് ക്ഷമിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സിൽ ചില സമയത്ത് വിഷമം തോന്നും. പക്ഷെ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഇതുവരെ ആരോടും വർത്തമാനം പറഞ്ഞിട്ടാണ് ജീവിതത്തിൽ. പക്ഷെ ഉള്ളിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ കാര്യം പറയും. ഭൗതികമായും ആത്മീയമായും വളരുന്നതിനൊപ്പം പഠന മേഖലകളിലും ബൈബിൾ എഴുത്ത് മക്കളെ സഹായിച്ചു.